ഹലോ അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഞാൻ ഇന്നിവിടെ നല്ല ടേസ്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഗാർലിക് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾക്ക് ഫ്രൈഡ് റൈസ് അതുപോലെ പൊറോട്ട ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണിത്. എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇതിലേക്കായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കനാണിത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്തെടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ അതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണിത്. അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടിയും ചേർത്തിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം. അപ്പോൾ ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ ഒന്ന് ഗ്യാസിലോട്ടേക്ക് ഒന്ന് വെച്ചെടുക്കാം. അതിലേക്ക് ഓയിലൊന്ന് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അത്യാവശ്യം വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ കൂടുന്തോറും ഇതിൻ്റെ ടേസ്റ്റും കൂടും, അതിനനുസരിച്ച് നിങ്ങൾ എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 പച്ചമുളക് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് സോട്ടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണ് റെഡ് ചില്ലി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വറ്റൽമുളക് ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണിത്. അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ അതിൻ്റെ ഒരു പച്ചക്കുത്തലൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ ഇതിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ ക്യൂബ്സായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്നും ഓവറായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം സോസിലൊക്കെ ഉപ്പ് കാണും, അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വൈറ്റ് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ടുള്ളത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഗ്രേവി ഇപ്പം നല്ലപോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാകത്തിലാണ് ആക്കിയെടുക്കുന്നത്. ലാസ്റ്റായിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് അണിയൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് സ്പ്രിംഗ് അണിയൻ ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈസി ആയിട്ടുള്ള ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഉടൻ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം.
താങ്ക്